നമ്മളെ കേൾക്കാൻ വേണ്ടി എൻ്റെ വീടടക്കം, എൻ്റെ വീട്ടിനകത്തുള്ള പേരൻസ് അടക്കം, എൻ്റെ നാടിനകത്തുള്ള എൻ്റെ കളിക്കൂട്ടുകാരടക്കം, എൻ്റെ നാട്ടിനകത്ത് ജീവിച്ചു വരുന്ന എൻ്റെ ഗ്രാമപ്രദേശത്തിലെ സാധാരണ ജനങ്ങളടക്കം എൻ്റെ നോമിനേഷൻ പത്രിക സമർപ്പിച്ച് എന്താണ് സംസാരിക്കുന്നത് എന്ന് കാതോർത്ത് നിൽക്കുന്ന ഒരു സമയമാണ്. ഇവിടെ നോമിനേഷൻ സമർപ്പിച്ചിരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകരാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പോരാളികളാണ്, ഞങ്ങൾ പാർട്ടിക്കാരാണ് എന്ന വലിയ ഒരു ഹൃദയപക്ഷമായ മുദ്രാവാക്യം ഏറ്റെടുത്ത് ഞങ്ങൾ ഒരു വലിയൊരു പോരാട്ടത്തിന് ഇറങ്ങുകയാണ്. സ്വാഭാവികമായും സ്വാഭാവിക നീതി പാർട്ടിയിൽ നിന്ന് ലഭ്യമായിട്ടില്ല എന്ന് പറയുന്നില്ലെങ്കിൽ പോലും പാർട്ടിക്കകത്ത് നിന്ന് ഒന്നോ രണ്ടോ ആളുകളുടെ താല്പര്യങ്ങൾക്കനുസൃതമായി നാട്ടിൽ നിന്നും നമ്മളെ മാറ്റി നിർത്തപ്പെടുന്ന ഒരു സാഹചര്യം വരുന്നു എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നോമിനേഷൻ സമർപ്പിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ മരിക്കുമെന്നതിന് സംശയമില്ല. ആ മരിച്ചു കിടക്കുന്ന ഭൂമി സ്വന്തം നാട്ടിലെ മണ്ണായിരിക്കും. ആ മണ്ണിനകത്ത് 2 തവണ മത്സരിച്ചു. അതിൽ ആദ്യം കൂടെയുണ്ട് മൂപ്പൈനാട് എന്ന ആശയത്തിൽ നമ്മൾ വിവിധ പ്രവർത്തികളും സേവന പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുത്തു. പിന്നീട് എൻ്റെ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അരപ്പറ്റയിലേക്ക് എനിക്ക് അവസരം തന്നു. അതിൽ അരികിലുണ്ട് അരപ്പറ്റ എന്ന ആശയത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചു. ഇനി നമുക്ക് തോമാട്ടിച്ചാലിൽ എൻ്റെ പാർട്ടി ഞങ്ങളെ പോലെയുള്ള ചെറുപ്പക്കാർക്ക് അവസരം തരുമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ സ്വാഭാവികം ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യം തളരില്ല ഇനി തോമാട്ടിച്ചാൽ എന്നൊരു മുദ്രാവാക്യമാണ്. ആ മുദ്രാവാക്യത്തോടു കൂടി മുന്നോട്ട് പോകുന്നു. പാർട്ടിയിൽ വന്ന ചെറിയ തെറ്റുകൾ, വലിയ തെറ്റല്ല, ഞങ്ങളെപ്പോലെയുള്ള പാർട്ടിക്കാരനായി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന, മരിക്കാൻ ആഗ്രഹിക്കുന്നവരെ തിരിച്ച് പാർട്ടിയിലേക്ക് കൊണ്ടുവന്ന് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിപ്പിച്ച് വിജയിപ്പിക്കാൻ എൻ്റെ പാർട്ടി ആ തിരുത്തലുമായി മുന്നോട്ട് വരുമെന്ന് ആഗ്രഹിക്കുകയാണ്. അതായത് പാർട്ടിയെ കെട്ടിപ്പിടിക്കുന്നവർ പാർട്ടിക്ക് പുറത്ത്, പാർട്ടിയെ വെട്ടിപ്പിടിക്കുന്നവർ പാർട്ടിക്കകത്ത് എന്ന ഒരു മുദ്രാവാക്യം ചില നേതാക്കന്മാർ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അത് തിരുത്തപ്പെടണമല്ലോ. അപ്പോൾ സ്വാഭാവികമായും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ നാട്ടിലാണ് സീറ്റ് ചോദിച്ചത്. ഞാൻ ജനിച്ചു വളർന്ന നാട്ടിനകത്ത് കോവിഡ് വന്നു, അതുപോലെ തന്നെ ഫ്ലഡ് ഉൾപ്പെടെ, പ്രളയം ഉൾപ്പെടെ വന്നു. സ്വാഭാവിക വികസന പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് വലിയ ഫണ്ടുകൾ വിനിയോഗിക്കാൻ സാധ്യമാകാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഒരു തവണ കൂടി അവസരം കിട്ടുമെന്ന് നമ്മൾ ചിന്തിച്ച് നോക്കേണ്ടത്, നാട്ടിനകത്ത് ഒരു 3-ാം തവണ കൂടി, അതും ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കാൻ അവസരം ലഭ്യമായിട്ടുണ്ടെങ്കിൽ ആ നാട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ എൻ്റെ പാർട്ടി എനിക്ക് അവസരം തരുമെന്നാണ് ഞാൻ കരുതി. ഞാൻ വയനാട് ജില്ലയിലെ അഗ്രഭാഗത്ത് തിരുമനെല്ലിയിലോ കേണിച്ചിറയിലോ ഈ പറയപ്പെടുന്ന പുൽപ്പള്ളിയുടെ പ്രദേശത്തോ അല്ലെങ്കിൽ ഇങ്ങോട്ട് വരുന്ന പ്രദേശത്തോ ഒന്നും ഞാൻ സീറ്റ് ചോദിച്ചിട്ടില്ല. ഞാൻ ജനിച്ച നാട്ടിനകത്ത്, എൻ്റെ പാർട്ടി എന്നെ വളർത്തിയ നാട്ടിനകത്ത് അവസരം തരുമെന്ന് പ്രതീക്ഷിച്ചു. ഇന്നലെ രാത്രി 12 മണി വരെ, അർദ്ധരാത്രി വരെ കാതോർത്ത് DCCക്ക് പുറത്തു നിന്ന് ഞാൻ അവസരം എന്നെ പ്രഖ്യാപിക്കപ്പെടുന്നു, ഞങ്ങളെ പ്രഖ്യാപിക്കപ്പെടുന്നു എന്ന ആ ഒരു പ്രഖ്യാപനത്തിന് കാതോർക്കുകയാണ്. പക്ഷേ പ്രഖ്യാപിച്ചില്ല എന്നത് മാത്രമല്ല, എന്നെ മാറ്റാൻ, ഞങ്ങളെ മാറ്റാനുള്ള അയോഗ്യത എന്ത് എന്ന് പോലും പറയാൻ ചില ആളുകൾ നേതൃത്വം കൊടുത്തില്ല എന്നൊരു വലിയൊരു മാനസിക പ്രയാസത്തിൻ്റെ ഭാഗം കൂടി ഞങ്ങൾക്ക് ഇതിൻ്റെ മുമ്പിൽ വയ്ക്കാനുണ്ട്. അതോടൊപ്പം നമ്മൾ പറഞ്ഞല്ലോ, സ്വാഭാവികമായ ഒരു പാർട്ടിക്കാരൻ പാർട്ടി വിരുദ്ധനായി മാറുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട്. ഞാൻ പറഞ്ഞത്, ഞാൻ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ആളാണ്. 19 വർഷ ജീവിതത്തിനകത്ത് പാർട്ടിയാണ് എന്നെ എല്ലാം ആക്കിയത്. സാധാരണ റോഡ് സൈഡിലിരുന്ന് കല്ല് പൊട്ടിച്ച പണിയെടുത്ത എൻ്റെ ഉപ്പയുടെ വീട്ടിനകത്ത്, എൻ്റെ ഉമ്മയുടെ വീട്ടിനകത്ത്, CITക്കാരനായ എൻ്റെ ഉപ്പയുടെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ, ലീഗ് ഫാമിലിയിൽ ജനിച്ച എൻ്റെ ഉമ്മയുടെ പശ്ചാത്തലത്തിൽ ആ വീട്ടിനകത്ത് ഒരു KSUവിൻ്റെ കൊടി പിടിച്ച് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ ആളാണ് ഞാൻ ഇന്ന് നോമിനേഷൻ കൊടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഉമ്മ പറഞ്ഞൊരു പദമുണ്ട്, മോനെ നീ പാർട്ടിക്കൊപ്പം നിൽക്കണമെന്നാണ്. ഞാനത് ആവർത്തിക്കുന്നു. എൻ്റെ ഉമ്മ എൻ്റെ ഞങ്ങളെ വാർത്ത ദൃശ്യമാധ്യമങ്ങളിൽ കാണുന്നുണ്ടെങ്കിൽ ഒരു അഭിമാനത്തോടു കൂടി പറയും, മരിക്കുന്ന സമയത്ത് വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഈ ആൾക്കൂട്ടം എന്നത് ഉറക്കെ ആത്മാഭിമാനത്തോടു കൂടി വയനാടിൻ്റെ ഈ മണ്ണിൽ വെച്ച് പ്രഖ്യാപിക്കുകയാണ്. നേതാക്കൾ നമ്മളെ ഇഷ്ടപ്പെടുന്ന, നമ്മുടെ പ്രവർത്തനങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ പരസ്പരം കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എന്നിലേക്ക് എത്തിയിട്ടില്ല, ഞങ്ങളിലേക്ക് എത്തിയിട്ടില്ല എന്നൊരു പ്രയാസം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. സ്ഥാനാർത്ഥി പട്ടിക 2 തവണ എഴുതിയപ്പോഴും സ്വതന്ത്രനായിരുന്ന് എഴുതാനുള്ള അവസരം എനിക്കും എൻ്റെ പാർട്ടിക്കും എന്നിൽ ആകപ്പെട്ടിട്ടില്ല. അപ്പം കൈപ്പത്തി ചിഹ്നം കാണാതെ മറ്റുള്ള സ്വതന്ത്ര ചിഹ്നങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ അതൊരു വലിയ പ്രയാസമുണ്ട്. പക്ഷെ അതിലേക്കൊന്നും പാർട്ടി പോകില്ല. കാരണം ഞാൻ പറഞ്ഞു, അവിടെ പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥി യോഗ്യനാണ്, ഞാൻ അയോഗ്യനാണ് എന്ന് തിരുത്തപ്പെട്ടാൽ മതി. സ്വാഭാവികമായി എനിക്ക് അയോഗ്യതയുണ്ട്. തോമാട്ടിച്ചാൽ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന റഷീദിന് അയോഗ്യതയുണ്ട്. അവിടെ പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥിയാണ് യോഗ്യനെന്ന് മാത്രം പറഞ്ഞാൽ മതി. സ്വാഭാവികം അത് ആ ഒരു പറച്ചിൽ പോലും പറയപ്പെടുന്ന ആളുകളിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു വലിയൊരു പ്രതിഷേധം ഇതിനകത്തുണ്ട്. ഇത് പാർട്ടി തിരുത്തണമല്ലോ.
പാർട്ടി എന്ന് പറയപ്പെടുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന നേതൃത്വം ഒരാളിൽ അധിഷ്ഠിതമായ പാർട്ടിയല്ലല്ലോ. സ്വാഭാവികമായും തുല്യനീതി ലഭിക്കാൻ വേണ്ടി പാർട്ടി തിരുത്തും. കാരണം എന്നെ വളർത്തിയത്, ഞങ്ങളെ വളർത്തിയത് നമ്മളെ പാർട്ടിയല്ലേ. അപ്പോൾ സ്വാഭാവികം തിരുത്തലുകൾ ഉണ്ടാകുമെന്ന വലിയ പ്രതീക്ഷയുണ്ട്.